ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാത്തിരിപ്പ് വരാൻ പോയിട്ടുണ്ട്. ലാലേട്ടൻ നായകനാക്കി ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായി നേരെ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലെത്തിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് നേരെ എന്ന് പറയുന്ന സിനിമയുടെ അതിർഷ റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നേരെ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയൊക്കെ കഴിയുമ്പോൾ മികച്ച അഭിപ്രായം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നൊക്കെയാണ് ദൃശ്യം എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ അതോടൊപ്പം ഡയറക്ടറിനെ നമ്മൾ മറക്കാൻ എന്തൊക്കെയാണ് ഈ ഒരു കോമ്പോയിൽ ഒന്നിക്കുന്ന ചിത്രങ്ങൾ എല്ലാം തന്നെ മികച്ചതായിരുന്നു. ആ ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് കാണാൻ വന്ന എല്ലാവർക്കും തന്നെ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നേരെ എന്ന് പറയുന്ന സിനിമ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം കണ്ടിറങ്ങിയ ആരും തന്നെ ചിത്രത്തിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായം പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വളരെ നാളുകൾക്ക് ശേഷമുള്ള ഡയറക്ടറിന്റെ ഒരു സോളോ ഹിറ്റായിട്ട് മാറാൻ പോകുന്ന ചിത്രം കൂടിയാണ് നേരെ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് കോർട്ട് ഡ്രാമയാണ് ചിത്രം കഥ പറയുന്നെങ്കിൽ പ്രേക്ഷകനെ എത്രത്തോളം ത്രില്ലടിപ്പിക്കുന്ന ഒരു സെക്കൻഡ് ഹാഫ് തന്നെ ചിത്രത്തിനോട് ഒരുക്കിയൊക്കെ ജിത്തു ജോസഫിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്കൊപ്പം എത്തത്തിലെ പോലും നമുക്ക് ലാലേട്ടനെ വളരെ നാളുകൾക്ക് ശേഷം മികച്ച ഒരു അഭിനേതാവ് എന്ന നിലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലൂടെ. എന്തൊക്കെയാണ് ചിത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എല്ലാ തരത്തിലുള്ള പ്രത്യേകിച്ച് ലാലേട്ടൻ ആരാധകരെല്ലാം തന്നെ ഈ സിനിമ ഏറ്റെടുത്തിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസും ഈ ഒരു സിനിമ ഓക്കെ ആയിട്ട് മാറിയിരിക്കണം. എന്തൊക്കെയാണ് മമ്മൂക്കയുടെ കാതൽ എന്ന് പറയുന്ന സിനിമ വരെ ഹിറ്റായിട്ട് മാറിയതുകൊണ്ട് തന്നെ നേരെ എന്ന് പറയുന്ന സിനിമ സൂപ്പർ ഹിറ്റാനുള്ള സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് ഇന്നിറങ്ങിയ ഡങ്കി എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ട് മത്സരിച്ചാണ് ലാലേട്ടന്റെ നേരെ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്തിയിരിക്കുക. നാളെ എത്താൻ പോകുന്ന സലാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ചൊരു കോമ്പറ്റീഷനായിട്ട് മാറും നേരെ എന്ന് പറയുന്ന സിനിമ കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണ് ഈ ഒരു സിനിമയിൽ ലാലേട്ടന്റെ പുറമെ തന്നെ പ്രിയാമണിയുടെ അവിടെ പിന്നെ നമ്മുടെ അനശ്വര രാജിന്റെ ജഗദീഷിന്റെ ഒക്കെ പെർഫോമൻസ് മികച്ചു നിന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.